രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ആ യാത്ര എന്തായാലും തിരിച്ച് അടൂരിലെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ തീരുമാനം മറ്റൊന്നാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എന്തും സംഭവിക്കാം. ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നു വരികയല്ലേ, അപ്പോൾ അതിൽ എങ്ങനെയും എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണിത്. പ്രവീൺ പുരുഷോത്തമൻ, യാത്ര എവിടെ വരെ എത്തിയപ്പോഴാണ് വണ്ടി തിരിഞ്ഞത്? സുജയ, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊട്ടാരക്കര വഴി വന്നിരുന്നു. അതിനുശേഷം ബൈറൂട്ട് വഴി ഇപ്പോൾ അടൂർ നെല്ലിമുകളിലെ ആ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വീടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് യാത്രാമധ്യേ കൊട്ടാരക്കരയിൽ വെച്ച് ആ യാത്ര മറ്റൊരു വഴിയിലൂടെ തിരിച്ച് അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിലേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നു. നമുക്ക് ഇതിനിടയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തുടരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിനിടയിൽ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കര വെച്ച് MC റോഡ് വഴി സഞ്ചരിക്കുന്നതിനിടെ കൊട്ടാരക്കരയിൽ നിന്നും തിരിഞ്ഞ് വീണ്ടും മടങ്ങി അദ്ദേഹം അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഏതായാലും കൂടുതൽ പ്രതികരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ആ വാഹനത്തിൽ കയറുമ്പോൾ MLA ബോർഡ് വെച്ച വാഹനത്തിൽ കയറുമ്പോൾ വേണ്ടേ കരുതാൻ, പ്രത്യേകിച്ചും ഈ ഓഡിയോ ഒക്കെ പുറത്തുവിട്ടത്, അതായത് തനിക്കെതിരെ ഒരു ഓഡിയോയാണ് തെളിവായി നിൽക്കുന്നതെങ്കിൽ മാധ്യമപ്രവർത്തകനുമായി സംസാരിച്ചത് തന്റെ കയ്യിലുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റും ശബ്ദരേഖയും ഒക്കെ തന്റെ കയ്യിലുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിടുന്ന രാഹുൽ അത് പാർട്ടിക്ക് കൊടുത്ത സന്ദേശമാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിനുശേഷമാണ് യാത്ര പുറപ്പെട്ടെങ്കിലും തിരിച്ചു വരുന്നത്.